Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. അത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഇച്ചിരി നോൺ വെജ് ആണ്. മട്ടനാണ് ചെയ്യാൻ പോകുന്നത്. എപ്പോഴും നമ്മൾ മട്ടൻ സ്റ്റൂ ഉണ്ടാക്കാറുണ്ട്, മട്ടൻ കുറുമ ഉണ്ടാക്കാറുണ്ട്, മട്ടൻ മപ്പാസ്, ഒത്തിരി സാധനങ്ങൾ, മട്ടൻ്റെ കറി, മട്ടൻ പെരട്ട്, പെപ്പർ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളെപ്പോഴും നമ്മുടെ എന്താ പറയുക എല്ലാ ഫങ്ഷൻസിനും മിക്കപ്പോഴും സ്റ്റൂ കാണും, അല്ലെങ്കിൽ ഒരു കുറുമ കാണും, ഇതെല്ലാം കാണും അല്ലേ. പക്ഷേ ഇത് നോർത്തിൽ ഇത് ശരിക്കും മിക്ക എന്താ പറയുക കല്യാണങ്ങൾക്കും ഒക്കെ വെക്കുന്ന ഒരു കറിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇതൊരു വൈറ്റ് കളർ ആണ്, ഗ്രേവിയാണ്, സ്പൈസി അല്ല. പക്ഷേ സ്റ്റൂവിൻ്റെ ഒരു വേർഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഒരു സോർട്ട് ഓഫ് കുറച്ച് അതിനോട് ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കുറുമയാണോ എന്ന് ചോദിച്ചാൽ കുറുമ നമ്മുടെ ഇവിടെ ബേസിക്കലി ചെയ്യുന്ന ഒരു ബ്രൗൺ, ലൈറ്റ് ബ്രൗൺ കളറാണ്. ചിലർ വൈറ്റ് കളറിൽ ചെയ്യാറുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇത് ഒരു വൈറ്റ് ഗ്രേവി ബേസ് ആണ്. വൈറ്റ് ഗ്രേവി ബേസിക്കലി വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിയുടെ വഴറ്റുന്ന അനുസരിച്ചാണ്. ഉള്ളി ഒരുപാട് മൊരിഞ്ഞു പോയാൽ അതിൻ്റെ കളർ ചേഞ്ച് വരും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് വഴറ്റലോ പിടിക്കലോ അങ്ങനെ ഒന്നുമില്ല, എളുപ്പമാവുന്ന ഒരു കറിയാണ്. കുറച്ച് റിച്ച് ആണോ എന്ന് ചോദിച്ചാൽ ആന്നു, കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരു കറി തന്നെയാണ്. അതുകൊണ്ട് ഇനി വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട, എന്നാൽ 2-3 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കരുതേണ്ട കാര്യം. ഇനി ഫസ്റ്റിന് വേണ്ടി എന്നാന്ന് വെച്ചാൽ കുറച്ച് നെയ്യ്, ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടർ ഉപയോഗിക്കാം, അത് നമ്മുടെ ഇഷ്ടം. പിന്നെ വേണ്ടിയത് ഒരു പട്ടയുടെ കഷ്ണം, ഗ്രാമ്പു, പിന്നെ വേണ്ടിയത് കുറച്ച് ഏലക്ക, ഇതൊരു 2 സവാള അരിഞ്ഞു വെച്ചേക്കുക നീളത്തിൽ. ഇതിപ്പോൾ ഞാൻ മേടിച്ചേക്കുന്നത് 1 കിലോ മട്ടൺ ഉണ്ട്. ഒരു ഇച്ചിരി എല്ലോട് കൂടി മേടിക്കണം, എന്നാൽ ഇച്ചിരി സ്വാദ് വരുന്നത്. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമുക്ക് മേടിക്കാൻ കിട്ടുന്നത് ഞാൻ മേടിച്ചേക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് അരിഞ്ഞ് ചേർത്താലും മതി. പിന്നെ കുറച്ച് പച്ചമുളക് ചതച്ച് വെച്ചേക്കുക, അതൊരു 5-6 എണ്ണം വരും. പിന്നെ വേണ്ടിയത് കുറച്ച് തൈര്, ഒരു ഏകദേശം 1 കിലോ മട്ടൺ ആണെങ്കിൽ ഒരു 1/2 കപ്പ് തൈര്, അതല്ല പുളി കൂടുതലാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. പിന്നെ വേണ്ടിയത് കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് ബദാം. ഈ ബദാമിനകത്തോട്ട് ഞാൻ 2 ഏലക്കായും കൂടി ഇട്ടിട്ടുണ്ട്. എന്നാന്നറിയാവോ, അതിനൊരു ഇച്ചിരിയും കൂടി ഒരു ടേസ്റ്റ് വരും. പിന്നെ വേണ്ടിയത് ഒരു ജാതിപത്രിയ, ഇത് ഫുള്ളും വേണ്ട, ഒരു പൂവിൻ്റെ ഒരു 1/4 ഭാഗം, അതിൻ്റെ ഒരു ഫ്ലേവർ വരാൻ മാത്രമാണ്. പിന്നെ കുറച്ച് കശകശ, ഇത് കുറച്ച് ഇഞ്ചി നീളത്തിൽ, അതായത് ജൂലിയൻസ് ആയിട്ട് അരിഞ്ഞേക്കുക. ഇത് ജസ്റ്റ് ഒരു ഡെക്കറേറ്റിംഗ് മാത്രമാണ്. പിന്നെ വേണ്ടിയത് കുറച്ച് കസൂരി മേഥി, ഒരു ബേ ലീഫ്, ഒത്തിരി വേണ്ട, 1 എണ്ണം മതി. പിന്നെ വേണ്ടിയത് കുരുമുളക് പൊടിയാ, വൈറ്റ് കുരുമുളക് പൊടിയാണെങ്കിൽ ഏറ്റവും നല്ലത്. എൻ്റെ വീട്ടിലിപ്പം കറുപ്പ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് എടുത്തതാണ്. പിന്നെ ഒരു 2-3 പച്ചമുളക്, എരിവ് അനുസരിച്ച് അതിനകത്ത് ചേർക്കുക. എന്തായാലും ഈ പച്ചമുളക് നമുക്ക് വേണം, അപ്പം ചതച്ചും ചേർക്കുന്നുണ്ട്, അല്ലാതെ അരിഞ്ഞും ചേർക്കുന്നുണ്ട്. അപ്പം എരിവ് കണക്കാക്കി വേണം നമ്മൾ ചേർക്കാൻ. പിന്നെ വേണ്ടിയത് കുറച്ച് ഫ്രഷ് ക്രീമാ. ഇത് നമ്മൾ സാധാ മസാലക്കൂട്ട് കടയിൽ നിന്ന് മേടിച്ചിട്ട് പൊടിച്ചെടുത്ത മസാല പൗഡറാണ്. എനിക്ക് എപ്പോഴും ഇങ്ങനെ എടുക്കുന്ന ഇഷ്ടം. ഒന്നെങ്കിൽ ഫൈൻ പൗഡറായിട്ട് എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഫൈൻ പൗഡറാണ്, അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്യാന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, എന്നാലും ഇച്ചിരി കൂടി ഒന്ന് പൊടിയണം, എന്നാൽ തീരെ അങ്ങ് പൊടിഞ്ഞും പോകാൻ പാടില്ല. അങ്ങനെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, അങ്ങനെ പൊടിച്ചെടുത്തേച്ച് നമ്മൾ ടിന്നകത്തിട്ട് വെക്കുവാന്നേല അതിൻ്റെ മണമൊന്നും ഒരിക്കലും പോവുകയില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിനൊരു പ്രൊസീജിയേഴ്സ് 2ആണ്. പക്ഷേ കൊച്ചു പാത്രം കഴുകണമെന്ന് ചോദിച്ചാൽ വേണം. എന്നാന്ന് വെച്ചാൽ മട്ടൺ ഒന്ന് വേവാനായിട്ടൊരു കാര്യം നടക്കണം, അതല്ലാതെ ഇപ്പുറത്ത് ഗ്രേവി ഉണ്ടാക്കാനായിട്ടൊരു കാര്യം. അതാ 2 പാത്രത്തിൽ നിൽക്കുന്നത്. മട്ടൺ ഒരു ഇച്ചിരി വേവ് കൂടുതലായതുകൊണ്ട് നമുക്ക് ആദ്യം അതിനോടുള്ള പണി ചെയ്യാം. ഫസ്റ്റ് എന്നാന്ന് വെച്ചാൽ നമുക്ക് കുക്കർ ഒന്ന് കത്തിച്ചേച്ച് അതിനകത്തോട്ട് ഒരു ഇച്ചിരി നെയ്യ് ഒഴിക്കുക, 1 ടേബിൾ സ്പൂൺ നെയ്യ്. അത് കഴിഞ്ഞേച്ച് അതിനകത്തോട്ട് ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യല്ലേ ഒഴിച്ചേ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി ഈ നെയ്യ് ഇതെല്ലാം ചൂടാവുന്ന സമയം തീ ഒന്ന് ഇച്ചിരി കുറച്ച് വെച്ചേച്ച് 1 കഷ്ണം പട്ട, ഒരു 3-4 ഗ്രാമ്പു, പിന്നെ ഉള്ളത് ഏലക്ക, 4 ഏലക്ക ഇട്ടിട്ടുണ്ടേ. ഇതൊന്ന് എന്താ പറയുക ചൂടാവുക, അതിൻ്റെ അരോമയൊക്കെ ഒന്ന് വരിക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഏലക്ക ഒന്ന് പൊട്ടുമ്പോഴാണ്, അല്ലെങ്കിൽ ഗ്രാമ്പൂവിനൊരു അനക്കം വരും. ഇത് നമ്മൾ ആയോന്ന് പറഞ്ഞ് നോക്കാൻ ചിലപ്പോൾ ആ സമയത്തായിരിക്കും നമ്മുടെ മുഖത്തോട്ടത് പൊട്ടുന്നത്. അന്നേരം എന്നാ ചെയ്യണം, ഇതൊന്ന് പൊട്ടാറായി വരുന്ന സമയത്ത് നമുക്ക് സവാള ഇടാം.
ഒരു 2 സവാളയാണ് ഞാൻ ഇതിന് അരിഞ്ഞത്. സാധാരണ 1 കിലോ മട്ടന് 4 മീഡിയം സൈസ് സവാളയാണ് കറിക്കൊക്കെ എടുക്കുന്നത്. ഇതിപ്പോൾ ഒരു ഏകദേശം 2 മീഡിയം അല്ല വലുതല്ല എന്ന ഒരു പരുവത്തിന് നമുക്ക് കിട്ടുമല്ലേ, അന്ന് പറയുന്ന പോലത്തെ. അതുകൊണ്ട് ആ ഒരു ഇച്ചിരി ഇത് കൂടുതൽ. ഈ ഉള്ളി ഉണ്ടല്ലോ ഒത്തിരി ബ്രൗൺ ആവരുത്, എന്നാ ട്രാൻസ്ലൂസൻറ്റ്, ഞാൻ പറയാം ട്രാൻസ്ലൂസൻ്റ് ആയാൽ നല്ലതാ. ഒത്തിരി മുരിഞ്ഞു പോകാൻ പാടില്ല, എന്നാ ഉള്ളി വേവും വേണം, എന്നാ ഉള്ളിയുടെ ഒരു എന്താ പറയുക ക്രഞ്ചിനെസ് ഇല്ലേ അതൊട്ട് വരാനും പാടില്ല. ഉള്ളി പകുതി വേവും വേണം. ആ രീതിയിലാണ് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാനുള്ളത്. ഇനി ഉള്ളി ഒരു ഇച്ചിരിയും കൂടി ഒന്ന് വാടി കഴിഞ്ഞാലില്ലേ നമുക്ക് ഈ മട്ടൺ ഒന്ന് ഇടാം. ഒരു ഇച്ചിരിയും കൂടി വാടിയാൽ മതി, ഒരുപാടല്ല. അതായത് ഉള്ളിയുടെ പരുവ് എങ്ങനെയാണെന്നറിയാവോ, ഇങ്ങനെ കുഴഞ്ഞു പോവുകയല്ലേ, മൂക്കാത്ത രീതിയിലൊന്ന് കുഴഞ്ഞു പോവുകയല്ലേ, അതാ പരുവ്. ഉള്ളിയുടെ ആ ഒരു ബലമെല്ലാം ഒന്ന് പോയേച്ച് കുഴഞ്ഞു കിടക്കുന്ന പരുവാ ആ ഒരു ഉള്ളിയുടെ വേവ് എന്ന് പറയുന്നത്. കാര്യം ഒരുപാട് മൂത്തുപോയി, ഇതൊരു വൈറ്റ് ഗ്രേവി ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്കൊന്ന് കളർ വ്യത്യാസം വരും. ഇതേണ്ടേ ചില ഉള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞു തുടങ്ങുന്നുണ്ട്, മൊരിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നിറവ്യത്യാസം വരും. അതുകൊണ്ട് ഇപ്പം എന്നാ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞാൻ ആ മട്ടൺ ചേർക്കാൻ പോവാം. മട്ടൺ ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്നാന്നറിയാം, ആ മട്ടൻ്റെ ഈ ഒരു പിങ്ക് കളർ മാറിയിട്ട് അതൊന്ന് വൈറ്റ് ആവും. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് നമ്മൾ ചേർക്കുവാണെങ്കിൽ ഇപ്പം ഇത് ഞാൻ മേടിച്ചതാണെന്നല്ലേ പറഞ്ഞേ, അതുകൊണ്ട് അതിനൊരു ഇച്ചിരി മൂപ്പ് വേണം. അതിൻ്റെ കൂടെ എന്നാന്ന് വെച്ചാലേ അതിനൊരു എപ്പോഴും ഞാൻ പറയുവല്ലേ ഒരു കുത്തലുണ്ടെന്ന്. അന്നേരം ആ കുത്തലൊന്ന് പോകാനായിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ഇപ്പം ഇട്ടേ പറ്റത്തുള്ളൂ. അതല്ല നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പ്രത്യേകം ചതച്ച് വെച്ച് ചേർക്കുവാന്നേൽ കുറച്ചുകൂടെ കഴിഞ്ഞ് ചേർത്താൽ മതി. ഇനിയിപ്പോൾ അതല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് വെച്ചേക്കുവാന്നേലും ഇപ്പം ചേർക്കണ്ട, ഒരു ഇച്ചിരി കൂടെ കഴിഞ്ഞ് വെച്ചാൽ ചേർത്താൽ മതി. പക്ഷേ അതൊന്നും അല്ലാതെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മേടിച്ചത് കൊണ്ട് ഞാൻ എന്നാ ഇപ്പം ഇതിൻ്റെ കൂടെ അങ്ങ് ചേർക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുത്തൽ വരും. പിന്നെ എപ്പോഴും 1 കിലോയ്ക്ക് ഞാൻ പറയും 1 ടീസ്പൂൺ ഇഞ്ചിയും 1.5 ടീസ്പൂൺ ഇഞ്ചിയും 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയാണ്. പക്ഷെ ഇതിന് കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് ചേർത്താൽ മതിയേ. ഞാനൊരു 3/4 ടീസ്പൂണേ ഇടുന്നുള്ളൂ. എനിക്ക് എന്നാന്ന് വെച്ചാൽ ഇത് ഇടാൻ ഒത്തിരി പേടിയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതും കൂടെ കിടന്ന് ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ കുത്തൽ ചുവയൊന്ന് മാറണം. ഇതൊരു ഇച്ചിരി ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ചതച്ച പച്ചമുളക് ചേർക്കാം. ഇച്ചിരി എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മൾ ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു മണമില്ലേ, വിനാഗിരിയുടെയും ഒക്കെ മണമുണ്ട്. ഈ പേസ്റ്റിനൊരു പ്രത്യേക സ്മെല്ലാണ്. അപ്പം ആ സ്മെല്ല് ഒന്ന് പോണം, അതാ അതിൻ്റെ ഒരു പരുവം. അപ്പം നമ്മുടെ മട്ടനും ഒരു ഇച്ചിരി ഒന്ന് ആ വൈറ്റ് കളറിലേക്ക് മാറും. എന്താ നോക്കിയേ, ആ പിങ്ക് ഷെയ്ഡിൽ നിന്ന് വൈറ്റ് കളറിലേക്ക് മാറും. ഓക്കെ, തേണ്ടേ നമ്മുടെ ആ ഒരു കുത്തല് ആ മണം ഒന്ന് മാറി. അപ്പം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് എനിക്ക് ആ പച്ചമുളക് ചേർക്കാൻ പോകുന്നത്. ഈ പച്ചമുളകിനായാലും ഉള്ളിക്കായാലും ഇഞ്ചി വെളുത്തുള്ളി ഏതൊരു സാധനം നമ്മൾ ചേർക്കുവാണെന്നെങ്കിലും ഇതിനെല്ലാം ഓരോ കുത്തലുണ്ട്. അതെല്ലാം ആ പച്ചച്ചുവ മാറാതെ നമ്മൾ ഒന്നും വേവാനോ ഒന്നും വെക്കരുത്. ഞാൻ എപ്പോഴും പറയുന്ന കൂട്ടത്തിൽ തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ വലിയ മിടുക്കിയായിട്ടുള്ള ഒരു ഷെഫോ പാചകറാണിയോ അങ്ങനെ ഒന്നുമല്ല. പക്ഷെ ചെയ്തപ്പം വന്ന അബദ്ധങ്ങളിൽ ഇനി ചെയ്യുന്നവർക്ക് വരാൻ പാടില്ലല്ലോ എന്ന് ഓർത്തിച്ചും പറയുന്ന കേട്ടോ. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വേണ്ട ഈ പച്ചമുളകും കൂടെ ചേർക്കുക. ഈ പച്ചമുളകിന് എരിവ് നോക്കിയേച്ച് വേണം ചേർക്കാൻ. പിന്നെ നമ്മൾ കീറിയ പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഉണ്ടോ? ഇപ്പം ഇത് ചേർക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയില്ല, പക്ഷെ എന്നാലും പാചകം ചെയ്യുന്നവർക്കറിയാം ഈ ഒരു പച്ചമുളകിൻ്റെ കുത്തലിൻ്റെ മണം നല്ലോണം വരുന്നുണ്ട്. അപ്പം ആ മണവും കൂടെ ഒന്ന് പോയേച്ച് ഇച്ചിരി ഉപ്പ് ഇട്ടേച്ച് നമുക്ക് മട്ടൺ വേവാൻ വെക്കണം. ഇതിനകത്ത് ആ മട്ടൻ്റെ വെള്ളവും നെയ്യ് എണ്ണ ഇതെല്ലാം ഇതിനകത്തുണ്ട്. അപ്പം എന്നാന്ന് വെച്ചാൽ ആ നമ്മൾ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും അതുമായിട്ടൊന്ന് ചേർന്ന് പച്ചച്ചവ മാറാനായിട്ട് അധികം നേരം ഒന്നും വേണ്ട, ഒരു ഇച്ചിരി നേരം മതി. ഇനി എന്നാ ചെയ്യുന്ന വെച്ചാൽ ഇച്ചിരി ഉപ്പ് ചേർക്കാൻ പോവാ. ഉപ്പ്
ഇപ്പം ഇച്ചിരി ചേർക്കുമ്പോഴത്തേക്ക് അതിനകത്തെ വെള്ളം ഒരു ഇച്ചിരി കൂടെ ഊറുവേ. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഇച്ചിരി പുളിയുള്ള കൂട്ടത്തില്ല തൈര. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, ഒരു 3 സ്പൂൺ. ഇത് ടീസ്പൂണാണേ. ടേബിൾ സ്പൂൺ ആണെങ്കിൽ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചോ. എന്നിട്ട് ഈ ആ തൈരും കൂടെ ഒന്ന് നല്ലതായിട്ട് ഇതിനകത്ത് കിടന്നൊന്ന് ആവുകയല്ലേ, ആ പുളി മണവും ഒന്ന് മാറി ആ തൈരിൻ്റെ നമ്മൾ ചേർക്കുമ്പം എന്നാ പറയുക, ചില സമയത്ത് ചേർക്കുമ്പം ഇങ്ങനെ പിരിഞ്ഞ് കിടക്കും. അല്ലാന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു എന്താ പറയുക വെള്ളം അതെല്ലാം ഒന്ന് പറ്റി ഈ മട്ടനയിലൊന്ന് പിടിച്ച് ആ ഒരു തൈരൊന്ന് വേവണം. ഇപ്പോൾ തൈര് ചേർക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് ഇതാണ് എപ്പോഴും ഒരു സേഫ് സൈഡ്. അപ്പോൾ ഇനി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഇപ്പോൾ നല്ലോണം വെള്ളം വന്നു കഴിഞ്ഞു. ഇനി ഇത്രയും മട്ടൻ വേവാനായിട്ട് ഇത്രയും വെള്ളം പോരാ. അപ്പോൾ ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് വെച്ച് നമുക്ക് മട്ടൻ വേവാൻ വെക്കാം. ഓക്കെ, ഇന്നൊരു ഇച്ചിരി ആവി വന്നേച്ച് വിസിലിടാം. നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അറ്റ് ദ സെയിം ടൈം തന്നെ നമ്മൾ ഇപ്പുറത്ത് അടുപ്പ് കത്തിച്ചേച്ച് ഇതിനകത്തോട്ട് നമുക്കൊരു ഗ്രേവി ഉണ്ടാക്കാം. ഗ്രേവി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു വൈറ്റ് കളർ വരണ്ടേ. സ്റ്റൂവിന് സാധാരണ നമ്മൾ തേങ്ങാപ്പാലല്ലേ ചേർക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫ്രഷ് ക്രീം കുറച്ച് അരയ്ക്കാനുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ഫസ്റ്റ് ഞാൻ ഇടാൻ പോകുന്നത്, തീ എന്തായാലും കൂടുതലാണ്, പക്ഷേ ലോ ഫ്ലെയിം വച്ചേച്ച് ഞാൻ ആദ്യം കുറച്ച് നെയ്യ് ഒഴിക്കുക. ഇതൊന്നാവുന്ന സമയം നമുക്ക് കുറച്ച് സാധനങ്ങൾ അരയ്ക്കാനുണ്ട്. അതെന്നാക്കിയാണെന്നറിയാവോ? കുറച്ച് അണ്ടിപ്പരിപ്പ്, അതായത് ഞാൻ കാണിച്ചില്ലേ, നമുക്ക് എത്ര ഒരളവ് പറയുകയാണെങ്കിൽ ഒരു 15 നമ്പേഴ്സ് ഇട്ടു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി ബദാമും ഒരു 4 അല്ലെങ്കിൽ ഒരു 3 ഏലക്കയും കൂടെ ചേർത്ത് നമ്മളിന്നൂടെ അരയ്ക്കുക. പിന്നെ ഞാൻ ജാതിപത്രിയുടെ അളവ് പറഞ്ഞായിരുന്നു. ഇത് പറയുമ്പം ഒരു പൂവ, ഇതിൻ്റെ ഒരു 1/4 ഭാഗം മതി എന്ന് പറയുമ്പോൾ വേണ്ട ഇതിൻ്റെയും പകുതിയാണ് ഇട്ടു. നെക്സ്റ്റ് നമുക്ക് ഒരു സ്പൂൺ കശകശ, 1 ടീസ്പൂൺ അറിയാമല്ലോ, ഒരു ഇച്ചിരി കൂടിയാലും നല്ലതാ. ഇറച്ചിക്കറിക്ക് കശകശ എപ്പോഴും നല്ലതാന്ന് അമ്മ പറയും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം, അതല്ല പാല്, ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ഒഴിച്ച് വെച്ച് ഇതിനെ ഒരു ഫൈൻ പേസ്റ്റ് ആക്കി മാറ്റുക. ഇനി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഈ 3ഉം കൂടെ ഒന്ന് കുതിർത്ത് വച്ചേച്ചും അരയ്ക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരണ്ടായോ, അത് വേണ്ടിയിട്ടാണ് ഞാൻ അല്ലാതെ സെപ്പറേറ്റ് കാണിച്ചത്. പക്ഷേ കുറച്ച് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്ത് എന്നാന്ന് വെച്ചാൽ ഈ നമ്മളിതിനകത്ത് ഇടാൻ പോകുന്ന സാധനങ്ങൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാനൊക്കെ ചെറിയ ലോ ഫ്ലെയിം മതി. അതുമാത്രമല്ല, ഇടാൻ പോകുന്നത് ഒരു ചെറിയ പട്ടയുടെ ഇല, അതിൻ്റെ കൂടെ കസൂരി മെത്തി. എന്ന് വെച്ചാൽ ആദ്യം ഇതൊന്ന് നല്ലതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്യണം. അതായത് ഒരു ഡ്രൈനെസ് വരുവല്ലേ എന്ന് പറഞ്ഞ പോലെ. ഒത്തിരി കസൂരി മേത്തി ഇടണ്ട, നമുക്ക് ചിലപ്പോൾ ഫുള്ളായിട്ട് അത് ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല. അതുകൊണ്ട് കുറച്ച് ഒരു ഫ്ലേവർ അത്രയും മതി. ഓക്കെ, നമ്മുടെ ആ ഒരു കസൂരി മേത്തി ഒരു ഇച്ചിരി നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്, ഒത്തിരി അങ്ങല്ല. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ഈ ഒരു 3-4 1 2 3 4 5 6 കഷ്ണം, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 മുളകാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് നോക്കൂ, ഫൈൻ പേസ്റ്റ് അല്ലേ. അപ്പം ഇതും കൂടെ ഇതിനകത്തോട്ട് നല്ല ചൂടുള്ള ചട്ടിയാന്നേൽ ഇത് ആവാൻ അധികം സമയമൊന്നും വേണ്ട. ഇതൊരു ഇച്ചിരി സമയം മതി. കണ്ടോ കുറുകുന്നുണ്ടോ, അത്രയും മതി. ഈ പറഞ്ഞ പോലെ
ഇത് ഒരുപാട് ഇട്ട് അങ്ങ് ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ നിറം മാറും, ഒരു ലൈറ്റ് ബ്രൗൺ. അതായത് നമ്മൾ ഈ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ നേരം നമ്മൾ മൈദ ഒക്കെ മുരിക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ആയിപ്പോവും. ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു കളർ വ്യത്യാസം അല്ലേ. ആ കളർ വ്യത്യാസം ഇച്ചിരി ഒന്ന് ആയി കഴിയുമ്പോൾ ഇതങ്ങ് ഓഫ് ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ചാൽ മട്ടൺ ആവാതെ നമുക്ക് ഇതൊന്നും ആക്കിയേച്ച ഒരു കാര്യമില്ല. നോക്കൂ, നമ്മുടെ മട്ടൺ നല്ല വെന്ത് ഇരിക്കുക, ചൂടുണ്ട്. വേണ്ടേ, നമ്മളൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചായിരുന്നു. ആ വെള്ളവും മട്ടണും എല്ലാം വേണ്ടേ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഈ ചെറിയ ഫ്ലെയിം അങ്ങോട്ട് കത്തിക്കുക. ഇത് നമ്മൾ നല്ലോണം ഒന്ന് കുറുക്കി അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ആക്കി നല്ലതായിട്ട് വെച്ചേക്കുക. ഇതിനകത്തോട്ട് ഒന്ന് വൈറ്റ് പെപ്പറാണ് ഞാൻ പറഞ്ഞത്, പക്ഷെ എൻ്റെ വീട്ടിൽ വൈറ്റ് പെപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പിഞ്ച് ബ്ലാക്ക് പെപ്പർ ഇടുന്നുള്ളൂ. എങ്ങാനും നിറം ഒന്ന് മാറിപ്പോയാൽ എന്നെ എടുക്കും. ചിലപ്പോൾ അഥവാ മാറിപ്പോയാൽ ഞാനൊരു കറുത്ത കുരുമുളക് ഇട്ടിരിക്കുന്നത് അതിൻ്റെ ആണെന്ന് പറയാം. നെക്സ്റ്റ് എന്നാന്ന് വെച്ചാൽ ഇതേപോലെ ഒരു പിഞ്ച് ഗരം മസാല ഇതും കൂടെ ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം വേണ്ട ഞാൻ ഈ മട്ടൺ ഇതിനകത്തോട്ട് ഒഴിക്കുവാണ്. ഇവിടെ നിങ്ങളുടെ ഉപ്പ് എരിവ് നോക്കിക്കോളുക. ഇനിയിപ്പോൾ വേണ്ടി ചേർക്കാൻ പറ്റുന്നത് പച്ചമുളക് മാത്രമേ ഉള്ളൂ. അത് വേണമെങ്കിൽ ഒന്ന് നെയ്യിലൊന്ന് മൂപ്പിച്ചേച്ച് ഇതിനകത്തോട്ട് ഇട്ടു, അന്നേരം അല്ലെങ്കിൽ ചതച്ചേച്ചൊന്ന് ഇട്ടു. അപ്പോൾ ആ എരിവ് ഒന്ന് ഇറങ്ങാനായിട്ട് എളുപ്പമുണ്ടല്ലോ. അതും കൂടെ ചേർക്കുക. പിന്നെ പുളി എന്ന് പറഞ്ഞാൽ ഒരുപാട് പുളിയല്ല, നമ്മൾ ആ തൈര് ചേർക്കുന്നതിൻ്റെ അത്രയും പുളിയേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കിയേക്കുക. പുളി ഒരുപാട് ഇതിന് വരുവേല, പക്ഷെ എന്നാൽ ഒരു സ്ലൈറ്റായിട്ട് ഒരു സക്കല ഒരു പുളി ഉണ്ടാവുള്ളൂ. സ്റ്റൂവിൻ്റെ ഒരു വേറെ വേർഷൻ, പക്ഷെ ഒരു ഡിഫറെൻറ്റ് രീതിയിലല്ലേ നമ്മൾ ചെയ്തത്. ചിലർ ഇങ്ങനെ സ്റ്റൂ വയ്ക്കുന്നവരും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ കസൂരി മേത്തിയൊക്കെ ഇടുന്ന ഒത്തിരി റെയറാണ്, അതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്തതന്നേ ഉള്ളൂ. ഇനി ഇതിനകത്തോട്ട് ഞാൻ ദാണ്ട് ഈ ഫ്രഷ് ക്രീം ഇതിനകത്തോട്ട് അങ്ങ് ചേർക്കും. ഇത്രേ ഉള്ളൂ നമ്മുടെ മട്ടൺ കുറുമ. ഇത് കുറച്ച് റിച്ച് ആണ്. ഇതൊരു നമ്മുടെയൊക്കെ നാട്ടിൽ പറയുമ്പോൾ സ്റ്റൂവിൻ്റെ ഒരു ഫാമിലിയാണ്, അങ്ങനെ വരും. പക്ഷേ ഇത് എത്ര സ്പെഷ്യലായിട്ട് ചെയ്യാൻ കാര്യം എന്നാന്ന് വെച്ചാൽ നാനീസ് കിച്ചണിൽ വരുന്നത് വേറെ ആരുമല്ല, ദ ട്രെൻഡിങ് മ്യൂസിക് ഡയറക്ടർ ജെയ്ക്സ് ബിജോയ് ആണ് ഇന്ന് വരാൻ പോകുന്നത്. അപ്പം എന്നാന്ന് വെച്ചാൽ ജെയ്ക്സ് എപ്പോഴും സ്റ്റൂവും മറ്റതും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ലേ. മാത്രമല്ല പറഞ്ഞെന്നാന്ന് വെച്ചാൽ സ്പൈസി വേണ്ടാന്ന്. എന്നാൽ സ്റ്റൂ അല്ല, ഒരു റിച്ച് ഗ്രേവി ആയിട്ടുള്ള ഒരു മട്ടനാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാമോ. ഇതിൻ്റെ കൂടെ ഗാർലിക് ബ്രെഡ് ബെസ്റ്റാണ്. അപ്പം ഇഷ്ടമുള്ളവർക്ക് അപ്പം കഴിക്കാം. ഇത് ഏറ്റവും കുറച്ച് പേർക്കുണ്ടല്ലോ, ചിലർക്ക് ഇഷ്ടമാണെന്ന് തരാം വൈറ്റ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഏതായാലും നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് കോമ്പിനേഷൻ. ഇനി അടുക്കള വൃത്തിയാക്കണം, ജേക്സിനെ ഗ്രീറ്റ് ചെയ്യണം. നമുക്കൊരു കാര്യം ചെയ്യാം, കൂടുതൽ വിശേഷവുമായിട്ട് ഡൈനിങ്ങിൽ കാണാം. ഹാർട്ടി വെൽക്കം. ശരിക്കും തൊടുന്നതെല്ലാം പൊന്നാക്കുന്നത് മോസ്റ്റ് ട്രെൻഡിങ് മ്യൂസിക് ഡയറക്ടർ. വൺസ് അഗൈൻ ഹാർട്ടി വെൽക്കം ടു മൈ ഷോ. താങ്ക് യു ചേച്ചി, ഇറ്റ്സ് എ പ്ലഷർ. അത് ശരിക്കും ഉണ്ടല്ലോ. വർത്താനം പറയോ? നല്ലതായിട്ട് വർത്താനം പറയുമല്ലേ? സൈലന്റ് ആണോ? അങ്ങനൊന്നുമില്ല, വീട്ടിൽ വിട്ട സൈലന്റ് അല്ല. അല്ലല്ലേ? അപ്പൊ പിന്നെ ഇവിടെ വർത്താനം പറഞ്ഞോളൂ. എവിടെയാ വീട്? മൂവാറ്റുപുഴ. ആണോ? പിന്നെ എന്നാത്തിന് വർത്താനം പറയാതിരിക്കും? നമ്മൾ വർത്താനം പറയണ്ടേ? മോശമല്ലേ? എനിവേ, എന്തായാലും ഇച്ചിരി താമസിച്ചു പോയി, എന്നാലും ഒരു ഹാർട്ടി കൺഗ്രാറ്റ്സ് ഒന്നുകൂടെ പറയണം. എന്നാന്നറിയോ, തുടരും, നരിവേട്ട, അങ്ങ് എന്നാ പറയാ, സക്സസിന്റെ കൊടുമുടിയിലേക്ക് നിൽക്കുക അല്ലേ? ഈശ്വര, ദൈവം തമ്പുരാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈശ്വര, ആ ഒരു സക്സസ് ജെയ്ക്സ് എങ്ങനെ നോക്കിക്കാണും? ഞാൻ വലിയ ഓക്കെ ചേച്ചി, ഇത് അതായത് അങ്ങനെ ഒരു സക്സസ് വന്നു, ഞാൻ ഇനി ഇതാണ് എന്റെ എന്നുള്ള പരിപാടി ഇല്ല. കിട്ടുന്ന വർക്കുകൾ ഏറ്റവും നന്നായിട്ട് ചെയ്യാന്നുള്ളതാണ്, 100% കൊടുക്കുക. സക്സസ് ഓഫ് ഫെയിലിയർ അത് അങ്ങനെ ഐ ഡോണ്ട് വാണ്ട് ടു. എന്നോട് അത് ശ്രീനിയങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഇതിൽ ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞ സക്സസ് ആണ്. അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് ചെറിയൊരു ലെത്താർജിക്കായി, അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെയ്യുന്ന പാറ്റേൺ മാറ്റുക, അൺനെസസറി ലോഡ് അതിൽ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ട്. ഇപ്പൊ ഒരു പടം
സക്സസ് ആയില്ലെങ്കിൽ ഓഫ് കോഴ്സ് അതിനൊരു റീസ്റ്റഡി ചെയ്ത് അല്ലെ എല്ലാവരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. സക്സസ് ആയാൽ അതിന്റെ ഒരു സന്തോഷം കുറച്ചാൾ ഉണ്ടായിട്ട് ബാക്കി ഐ ട്രൈ ടു സ്വിച്ച് ഇമ്മീഡിയറ്റ്ലി ടു നെക്സ്റ്റ് പ്രോജക്ട്. ഓക്കെ. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളൊരു ഫിലിം ചെയ്യുമ്പോൾ അതൊരു ഡയറക്ടറിന്റെ ടേസ്റ്റ്, ഒരു കഥയുടെ ടേസ്റ്റ്, ഇതൊക്കെ ആയിട്ട് നമ്മൾ ജേക്സ് കോംപ്രമൈസ് ആയിട്ടാണോ അത് ചെയ്യുന്നത്, അതോ ജേക്സിന്റെ തന്നെ ഓൺ ക്രിയേറ്റിവിറ്റി എന്റെ രീതി ഇതാണ് എന്നുള്ളത് ആദ്യം ഡയറക്ടറിനെ കേൾപ്പിക്കുവാന്നോ ചെയ്യുന്നത്? അത് അറിഞ്ഞിട്ടാണല്ലോ വരുന്നത്. അപ്പം ഇപ്പം ഡയറക്ടറിന്റെ ആ ഒരു ഇൻപുട്ട് അതിനെ ഒരു ഫിൽറ്റർ ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്റെ ഒരു വിഷൻ ഉണ്ട് ഒരു സിനിമയിൽ, പക്ഷെ അദ്ദേഹത്തിന്റെ ഇൻപുട്ട് ആയിരിക്കും അതിനെ ഫിൽറ്റർ ചെയ്തെടുക്കും. ഞാനിപ്പോഴും സിനിമയ്ക്ക് ഒരു DNA വേണമെന്ന് പറയും. ഇപ്പം ഏത് സ്കോർ എടുത്താലും പാട്ടുകളൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത്, ഇപ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ആ DNA-യുടെ ഒരു വലിയ പങ്ക് ഡയറക്ടറിന്റെ ഇൻപുട്സും അദ്ദേഹത്തിന്റെ ടേസ്റ്റുമാണ്. അങ്ങനെയാണ് ഒരു സ്കോറിന്റെ ഐഡിയ രൂപാന്തരപ്പെടുന്നത്. സോ ഐ ബിലീവ് ആ ഡിസ്കഷൻസ്, റൈറ്ററുമായിട്ടുള്ള ഡിസ്കഷൻ, ആ ഹീറോയുടെ ഒരു ആരാണ് ഹീറോ, അദ്ദേഹത്തിന് നമ്മുടെ ഉള്ള ഒരു വിഷൻ, ഇതെല്ലാം കൊണ്ടായിരിക്കും ഞാനൊരു സ്കോറിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്ടർ ഒരു വലിയ ഫ്യൂലിംഗ് ഫാക്ടറാണ്. കൂടുതൽ സമയവും അവർ കോംപ്ലിമെന്റ് ആണെങ്കിൽ അത്ര നല്ല, പക്ഷെ നമ്മളൊരു സിങ്ക് അല്ലെങ്കിൽ പ്രശ്നമാണ്. വർക്ക്ഔട്ട് ചെയ്യും, പക്ഷെ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല. ഓക്കെ. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മുടെ ഡിജിറ്റൽ വൈസ് ടെക്നോളജി വൈസ് ഒരുപാട് ഫോർവേഡ് ആണ്. അപ്പം ശരിക്കും പറഞ്ഞാല് നമ്മളൊരു ഇപ്പം ഒരു ഫിലിം ഇറങ്ങുവാണെങ്കിൽ ഒരു പാട്ട് വൈറൽ ആവണം എന്നൊരു മസ്റ്റ് ഉണ്ടോ? അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ നല്ലല്ലേ ചേച്ചി. അതിന്റെ ഒരു അതിന്റെ പ്രഷർ ഭയങ്കരമായിട്ടുണ്ട്. ഞാൻ പിന്നെ അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാനതാ കമ്പ്യൂട്ടർ മുമ്പിൽ പോകുമ്പോൾ എന്തെങ്കിലും നമ്മൾ ആ ദിവസം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാകും. ഇത് ഹിറ്റ് ആവണം, ബ്ലോക്ക് ബസ്റ്റർ ആവണം, ഇതിനകത്ത് വൈറൽ കണ്ടന്റ് വേണമെന്നൊന്നും. ഇപ്പൊ മിന്നലുള്ള ഫോർ എക്സാമ്പിൾ, ഞാനൊരു മാക്സിമം 5-10 മിനിറ്റിൽ ചെയ്ത ഒരു ഒറ്റ അടിക്ക് പല്ലവിയും അനുപല്ലയും കൂടെ കമ്പോസ് ചെയ്തതാണ്. അത് എന്നിട്ട് അതിന്റെ മാജിക് വന്ന് ഡയറക്ടർ അത് ഇഷ്ടപ്പെട്ടു, കൈതപ്പൻ സാർ വന്നു, നമ്പൂതിരി വന്ന് അത് എഴുതി, അവിടെ ഒരു മാജിക് നടന്നു, മിന്നലുള്ള എന്നുള്ള ലൈൻ വന്നു. സോ അത് നമുക്ക് ഒരിക്കലും നോബഡി ക്യാൻ കൺട്രോൾ. അത് ശരിക്കും പിന്നെ ലിറിക്സ് വരുന്നത് പിന്നെ അത് ശരി, അത് മ്യൂസിക് കേട്ടതിന് ശേഷമാണ് അദ്ദേഹം എഴുതിയത്. പിന്നെ അദ്ദേഹം വന്നു എഴുതുന്നു, ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് എഴുതി, ഒരു ഹാഫ് ഡേയോളം ഉണ്ടായിരുന്നു. ശരിക്കും ഞങ്ങളൊക്കെ കേട്ടിരിക്കുന്ന തിരിച്ചാ, ഒരു നമ്മള് ലൈൻ കിട്ടിയിട്ട് പിന്നെ അതിന് ആ മ്യൂസിക് ചെയ്യുന്നതെന്നാ. വിച്ച് യു ഫീൽ മോസ്റ്റ് കംഫർട്ട്? ഏതാ, ലൈൻ കിട്ടിയിട്ട് ചെയ്യുന്നതാണോ അത് ബിഫോർ ദാറ്റ്? ഇറ്റ് ഡിപ്പെൻഡ്സ്. എനിക്ക് രണ്ടും കംഫർട്ടബിൾ ആണ്, ബട്ട് ഐ പ്രിഫർ മ്യൂസിക് വന്നിട്ട് ലൈൻ വരുന്ന ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ ചേച്ചി. ഞാൻ ഇപ്പൊ എന്റെ ട്യൂൺ മാത്രം ഇതിൽ ഞാൻ മാറ്റിയിട്ടില്ല എന്ന് ഒരിക്കലും പറയുന്നില്ല. ഞാൻ ലൈൻ എഴുതാൻ പറയും, ആ ലൈൻ എഴുതി അദ്ദേഹം വേറൊരു ലീഗിലൂടെ പോകണമെങ്കിൽ ഐ വിൽ ട്വീക്ക് ദ ട്യൂൺ. പക്ഷെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വേണ്ടേ? ചിലപ്പം എന്റെ ഒരു വൺ ഓഫ് ദ സോങ്സ് ആയിട്ട് പൊറിഞ്ചു മറിയം ജോസിലൊരു പാട്ടുണ്ട്, അതിന് നീലമാലാഖ, അത് ഹരിനാരായണൻ എനിക്ക് ലൈൻ എഴുതി തന്നിട്ട് ഞാൻ ഒരു ട്യൂൺ കമ്പോസ് ചെയ്തിട്ട് പിന്നെ അദ്ദേഹം പിന്നെ എഴുതി. അങ്ങനെ ഒരു വാട്സാപ്പ് കമ്മ്യൂണിക്കേഷനിലൂടെ ഉണ്ടായ ഒരു പാട്ടാണ്. ഓക്കെ. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും ചെയ്യുന്നതിൽ ഒരു ഡിഫറൻസ് ഉണ്ട് ഡെഫിനറ്റ്ലി. ഏത് ഏറ്റവും എളുപ്പം? എനിക്ക് സ്കോറിംഗ് ആണ് എളുപ്പം എന്ന് വെച്ചാൽ അതൊരു പ്രൊഫഷണൽ വർക്ക് അയച്ചു. സ്കോർ ചെയ്യാന്ന് പറയുന്നത് കുറെ നാളത്തെ വർക്ക് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പടത്തിനെ അങ്ങ് കൊണ്ടുപോകുന്ന രീതി ഇറ്റ് കംസ് ഔട്ട് ഓഫ് എക്സ്പീരിയൻസ്. പാട്ട് ചെയ്യുന്ന അതിന് കുറച്ചുകൂടെ എഫേർട്ട് പാട്ട് ചെയ്യാനാണ്. ഒരു പാട്ട് ഹിറ്റായിട്ട് വരണം, അതിന്റെ ഓരോ ലെയേഴ്സും അതിന്റെ അറേഞ്ച്മെന്റ്സും അതിന്റെ ലിറിക്സ് കറക്റ്റാണ്, സിംഗേഴ്സ് ബിഗർ എഫേർട്ട് ആൻഡ് കുറച്ചും കൂടെ ടൈം കൺസ്യൂമിങ്ങും കുറച്ചും കൂടെ ഒരു ഇത് പാട്ട് ചെയ്യാനാണ്. പക്ഷെ ഒരു പാട്ട് നന്നായിട്ട് വരുന്നതിന്റെ ഒരു സുഖം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബീറ്റ് എവറി സ്കോർ. കാരണം എനിക്ക് സ്കോർ ഇപ്പം ഞാൻ കൂടുതൽ അങ്ങനെ ചിന്തിക്കാറില്ല, സീൻ വന്നു ടപ്പടപ്പടാൻ ചെയ്തു പോകും. അന്ന എങ്ങനെയാ ജെയ്ക്സിന്റെ വർക്സിനെ ഒക്കെ ചെയ്യുന്നത്? അതായത് ക്രിട്ടിസൈസം ഉണ്ടോ അതോ എങ്ങനെ സപ്പോർട്ട് എങ്ങനെയാ? അങ്ങനെയില്ല, ജെയ്ക്സ് കേൾപ്പിക്കും, എല്ലാ പാട്ടുകളും കേൾപ്പിക്കും, എല്ലാം കേൾപ്പിക്കും എന്നെ. അപ്പം എനിക്കും ഇഷ്ടമാണ് പാട്ട് കേൾക്കാൻ, ഇഷ്ടമാണ്, ഞാൻ എൻജോയ് ചെയ്യും പാട്ട്. ജെയ്ക്സിനെ ഏതെങ്കിലും പടത്തില് ഫസ്റ്റ് പടത്തിൽ പാടിയിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് പാടിച്ചിട്ടില്ല കംപ്ലൈന്റ്. അതന്നെ മഹാ മോശമായി പോയി കേട്ടോ. ഏഞ്ചൽസ് എന്ന പടത്തില് ഏതോ നാവികർ എന്നൊരു പാട്ട് തന്നെ ഒരു പല്ലവിയുടെ ഒരു പോർഷൻ പാടിയിട്ടുണ്ട്. ജെയ്ക്സ് ഈ കാണാതിരിക്കുന്നത് വളരെ മോശാട്ടോ. എന്നെ നല്ല സൗണ്ടാന്നേ. എന്നെ കുറ്റബോധപ്പെടുത്തരുത് ആണ്, ഞങ്ങൾ എല്ലാരും കൂടെ പറയും, കുറ്റപ്പെടുത്തിയേ ഡയറക്ടേഴ്സും അവരുടെ ഒരു നമ്മളൊരു പാട്ടിലോട്ട് വരുമ്പോ അതൊരു വലിയ ട്രിക്കി സിറ്റുവേഷൻ ആയിരിക്കും. അത് കൺവിൻസ് ചെയ്ത് എന്റെ ഭാര്യ പാടാം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ല, എന്നാലും ഇച്ചിരി ഒന്ന് പാടി. അല്ല, അവിടെ ഭാര്യനെക്കാട്ടിലും നല്ല സൗണ്ട്, നല്ല കഴിവുള്ള കൊച്ച്. അതെ, അത് 100% ഞാനത് മാനിച്ച് വേറെയും രീതിയിൽ. മാത്രമല്ല ലോകത്തുള്ള പുതിയ വോയിസ് തപ്പി നടന്നിട്ട് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന്. എന്റെ ഏട്ടന്റെ പടത്തില് ആ കടുവ പടത്തില് ആ പാട്ട്, ജെയ്ക്സ് ഇത് എങ്ങനെ വന്ന ഈ ഒരു പാട്ട്? ഈ ലോകത്ത് എവിടെ ഫംഗ്ഷൻ ഉണ്ടെങ്കിലും കേൾക്കാൻ പറ്റുന്ന ഒരു
ഒരു ഹിറ്റ് പാട്ടാണ്. അതില് ഷാജി സാറിന്റെ എനർജിയും അത് പിന്നെ അന്ന് ജിനു അവര് രാജുവിന്റെ പിന്നെ ഞങ്ങൾ പാലക്കാരല്ലേ, അപ്പം ഒരു അല്ലേ അപ്പം എനിക്കെന്നാ വെച്ചാല് പാല കാഞ്ഞിരപ്പള്ളി ഏരിയയിൽ ഒരു നമ്മുടെ പള്ളി ഫേമസ് ആയി, അതൊരു സന്തോഷം. അപ്പൊ അവിടെ ആ രീതികളിൽ ഉള്ള ഒരു ഫ്ലേവർ ഈ പക്ഷെ ഒരു നാടൻ പാട്ട് മിക്സ്ഡ് ആണ്. അത് എപ്പോഴും നമ്മുടെ ആ ഒരു ഗാനമേളയിലോ അല്ല അവിടുത്തെ ഫംഗ്ഷൻസിനോ ആ ഒരു നാടൻ വൈബ് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഈ കുടിയേറ്റക്കാരുടെ മാസ് ഹീറോ എന്നൊക്കെ പറയുന്നത് സെന്റ് ജോർജ് ആണ്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ പാൽവണ്ണ കുതിരയും അങ്ങനെ നല്ലായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഇച്ചിരി പോകുന്ന പിള്ളേരുടെ നാവല് പോലും അതിന്റെ വലിയൊരു പങ്കുണ്ട്. കാരണം ആ സോങ് അതിനൊരു റൂട്ടുണ്ട്, അതിനെയാണ് നമ്മൾ ബോറോ ചെയ്ത് അതിലോട്ട് നമ്മൾ ഈ ലിറിക്സ് എഴുതി പിന്നെ അതിനെ ഇന്നത്തെ കണ്ടംപററി രീതിയിൽ അറേഞ്ച് ചെയ്തതാണ് അതിന്റെ ഒരു. ബട്ട് വി ആർ ഏബിൾ ടു സ്പോട്ട് ദാറ്റ് ആ സോങ് കറക്റ്റ് ആയിട്ട് കടുവയുടെ ക്ലൈമാക്സിലോട്ട് വെക്കാൻ പറ്റി. അത് ഭയങ്കര രസമാണ്. ജേക്സ പിന്നെ അതേപോലെ എനിക്ക് ഇപ്പൊ ഒരു സോങ് നമ്മൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെയ്യുമ്പോഴും സപ്പോസ് ഫോർ എക്സാമ്പിൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതും അല്ലെങ്കിൽ പൊതുവേ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഒരു മ്യൂസിക് ചീത്തയായി പോയി കഴിഞ്ഞാൽ അത് മൊത്തം പടത്തെ ബാധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പ്ലേസ് ചെയ്യാൻ അറിയില്ല മറിച്ചാന്ന് പറഞ്ഞ് ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ട്. അതിനോട് ജേക്സിന് എന്നാ മറുപടി പറയാനുള്ളത്? അത് ഓരോരുത്തരുടെ അഭിപ്രായമല്ലേ നമുക്ക്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് മ്യൂസിക് അലോൺ ക്യാൻ ഡിസ്ട്രോയ് ഫിലിം. അത് ഒരു ക്രൂ കംപ്ലീറ്റ് ചേർന്ന് എല്ലാ വശത്തു നിന്നും വരുന്ന ആൾക്കാരല്ലേ. പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റ് ആണ്. ഇപ്പൊ ഒരു കമന്റ് ചെയ്യുന്ന ആൾക്ക് ഒരു സ്പെസിഫിക് ടേസ്റ്റ് ഉണ്ട്, അതേ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല വരുന്നത്. അതാ ഞാൻ കൂടുതൽ അത് കേൾക്കാൻ ചെയ്യാതിരിക്കാന്നല്ലേ. ഡയറക്ടർ നോക്കിയാണോ, നമ്മുടെ ടീമിന് ഓക്കെയാണോ, എനിക്ക് ഓക്കെയാണോ, ദെൻ പിന്നെ ഇറ്റ്സ് അപ് ടു യു. ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ, ഫെയർ എനഫ്, നമുക്ക് വേറെ എന്തെങ്കിലും അടുത്ത പരിപാടിയിൽ എന്തെങ്കിലും മാറ്റി ചെയ്യാം. അതിനെ ക്രിറ്റിസിസം ഒരുപാട് ഉള്ളിലോട്ട് ജസ്റ്റ് ടേക്ക് ഇറ്റ്, ഇന്റേണലൈസ് ഇറ്റ്, ഡു ദ നെക്സ്റ്റ് തിങ് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ബെറ്റർ അടുത്ത പടത്തില് മേ ബി ആ ഏരിയ ശരി സട്ടിലായിട്ട് ചെയ്ത് ഇഷ്ടപ്പെട്ടില്ലേ, അല്ലെങ്കിൽ ഡൈനാമിക്സ് അങ്ങനെ ചില കാര്യങ്ങൾ നമുക്കറിയാലോ, അതിൽ നിന്ന് പഠിച്ച് അടുത്തതിൽ വർക്ക്ഔട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ജേക്സിന് എങ്ങനത്തെ ടൈപ്പ് ഓഫ് പാട്ടുകളാണ് ഇഷ്ടം? മെലഡി ആണോ, റാപ്പോ, അങ്ങനെ? എല്ലാം ഇഷ്ടമാണ്, എല്ലാ പാട്ടും ട്രൈ ചെയ്യും. എന്നത് ഏതെങ്കിലും ഒന്ന് ഇന്ന അഭിപ്രായം പോലെ പറഞ്ഞിട്ടുണ്ടോ, ഇന്ന ടൈപ്പ് ചെയ്യണം എന്നോ അല്ലെങ്കിൽ ഇന്ന ഒരു മ്യൂസിക്കോ ഇന്ന റിതമോ? ഇപ്പം ഇഷ്ടമാണ്. കാരണം ഞാനിപ്പം ഒരു സിനിമ ചെയ്യുന്നുണ്ട്, ഖലീഫ എന്ന് പറയുന്നത്. അപ്പൊ അതില് പിന്നെ ഞാൻ ആ ജോണർ ട്രൈ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം അല്ല, ആക്ച്വലി ക്വീൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ ചെറുതായിട്ടൊരു ചെയ്തിട്ടുണ്ട്. ബട്ട് ഇത് ഫുൾ ആൻഡ് ഫുൾ ഒരു ചെറിയൊരു നമ്മുടെ മലബാറി ടച്ച് ഉള്ള സോങ്സ് ആണ്. അപ്പൊ അതിലോട്ടൊരു റിസർച്ച് എനിക്ക് അതൊക്കെ ഇഷ്ടമാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ തമിഴിൽ നമ്മൾ കേൾക്കുവാണെങ്കിൽ ഒരു ഡപ്പാങ്കൂത്ത് നൃത്തം ഒരു സ്ഥിരമുള്ളതാ. പക്ഷെ അതില് എന്താ പറയാ ഡാൻസ് ചെയ്യാത്ത ആരും ഇല്ല, അങ്ങനത്തെ ഒരു ബേസ് എന്തെങ്കിലും ഉണ്ടോ ഇഷ്ടമുള്ളത്? എനിക്ക് ഓരോ മൂഡിനനുസരിച്ച് ഇപ്പം ഞാൻ സ്പോട്ടിഫൈ ടോപ്പ് 50 എന്ന് പറഞ്ഞ ലിസ്റ്റ് എപ്പോഴും കേൾക്കും. എന്താണ് ഇന്ന് നേഷൻ ട്രെൻഡിങ് സോങ്സ് 5 അത് അപ്ഡേറ്റ് ആയിട്ട് കേൾക്കും. ഓക്കെ, കാരണം നമ്മളത് അറിയണമല്ലോ, പിള്ളേർ എന്താണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് കേൾക്കും. എനിക്കൊരു സെറ്റ് ഓഫ് പ്ലേലിസ്റ്റ് ഉണ്ട്, ബീറ്റ് ബേസ്ഡ് ഉണ്ട്. പണ്ടത്തെ റഹ്മാൻ സാറിന്റെ ഞാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ റീവിസിറ്റ് ചെയ്യും, താല്, തിരട അല്ലെങ്കിൽ ആ ആൽബം. പിന്നെ രാജാ സാറിന്റെ ഒരു ലിസ്റ്റ് ഓഫ് ഞങ്ങളത് കോയമ്പത്തൂർ എന്നെ ഭയങ്കര സോർട്ട് ഓഫ് ഡൗട്ട്. കാരണം എന്റെ ഒരു ഫോർമേഷൻ ഇയേഴ്സിൽ ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് മ്യൂസിക്കൽ ഇൻട്രസ്റ്റ് വന്നു അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ടിട്ട്, അങ്ങനെ ഒരു സംശയമില്ല. ഇപ്പൊ ജേക്സ് ഇത്രയും ഒരു ട്രെൻഡിങ് മ്യൂസിക് ഡയറക്ടർ, പക്ഷെ ഞാൻ ചോദിക്കാം എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും ഇപ്പം യൂസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൈക്ക് പഴക്കമുള്ളത് അല്ലെങ്കിൽ വെൽ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാളെ കൊണ്ടാണ് പാടിപ്പിക്കുന്നത്. പക്ഷെ ജേക്സ് അങ്ങനെയല്ല, പുതിയ ആൾക്കാരെ കണ്ടെത്തിയിട്ട് പുതിയ ആൾക്കാരെ കൊണ്ട് പാടിപ്പിച്ച് അതിനെ സക്സസ് ആക്കി എടുക്കുക ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ദാറ്റ് ഇസ് എ ബിഗ് റിസ്ക് അല്ലേ? ഹൗ യു ഫേസ് ദാറ്റ്? ഇല്ല, അത് ഒരു സിംഗറുടെ മെറിറ്റ് നോക്കും, സിംഗർക്ക് പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ ഡയറക്ടേഴ്സ് ഇന്ന് ഓപ്പൺ ആണ്, വില്ലിംഗ് ആണ്. ബട്ട് ഇപ്പം നമുക്കൊരു ഷുവർ ആയിട്ടും എൻജോയ് ചെയ്യേണ്ട മെലഡികൾ നന്നായിട്ട് പാടുന്ന ആൾക്കാർ കോൾ ദ ട്രഡീഷണൽ പീപ്പിൾ. അതിനകത്ത് ശ്രീറാം എന്ത് സ്കില്ലാണോ നമുക്കറിയാം, സിത്താര എങ്ങനെ അവിടെ സേഫ് ആണ് ആൻഡ് അവർ കോൺട്രിബ്യൂട്ട് എത്തേ ഉള്ളൂ. ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും പാട്ടിൽ ഒരു കോംപ്രമൈസും ഇല്ല, ആർക്കെങ്കിലും ചാൻസ് കൊടുക്കണമെന്ന് കരുതിയില്ല. സിംഗ് ചെയ്യാൻ പറ്റണം, ക്ലാസിക്കലി ട്രെയിൻഡ് ആയിരിക്കണം എന്നുള്ളത് എനിക്ക് ഓൾമോസ്റ്റ് ഒരു മസ്റ്റ് ആണ്. കാരണം ഐ ഡോണ്ട് തിങ്ക് ഒരു ട്രെയിൻഡ് അല്ലാത്ത ആൾക്ക് വന്ന് പ്ലേ ബാക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. എനിക്ക് പറ്റില്ല റെക്കോർഡ് ചെയ്യാൻ. എനിക്ക് ഒരുപാട് ഇപ്പൊ ഒരു ബിറ്റ് കമ്പോസ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തോട്ട് എന്ത് സിംഗർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കും. അപ്പൊ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ആ രാഗം പിടിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സോ ട്രെയിനിങ് പറ്റത്തില്ല എങ്ങനെ അല്ല, ന്യൂ പീപ്പിൾ വിത്ത് ഗുഡ് ട്രെയിനിങ് ഓഫ് കോഴ്സ് ഞാൻ എപ്പോഴും അത് ഐ എം വില്ലിംഗ് ടു ട്രൈ. ഐ ഓൾവേസ് ഇപ്പൊ തുടരുമ്പോൾ തന്നെ അരവിന്ദ് പിന്നെ ഗോകുൽ അവരോടൊക്കെ നമ്മൾ കോൺട്രിബ്യൂഷൻ പറയുമ്പോൾ അത് നമ്മളൊരു ബിറ്റ്
കമ്പോസ് ചെയ്ത് അവിടെ പാടുന്ന നേരത്തെ തന്നെ തനിയെ വരും. വന്നോളൂ അല്ലേ? അത് ഞാൻ പിന്നെ അത് ജെയ്ക്സിന് കോൺഫിഡന്റ് ആണ് അത് വരും എന്നുള്ളത്. പിന്നെ എനിക്ക് ജെയ്ക്സിനോട് തോന്നിയിട്ടുണ്ട് എപ്പോഴും ഇപ്പൊ നമ്മൾ കണ്ണടച്ച് ജെയ്ക്സിന്റെ വർത്താനം കേൾക്കുവാണെങ്കിൽ പൃഥ്വി സംസാരിക്കുന്ന മാതിരി എപ്പോഴും ഫീൽ ചെയ്യുന്നു അല്ലേ? കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. ആ ഭയങ്കരമായിട്ട്. ഞാൻ ഫസ്റ്റ് ജെയ്ക്സിനെ കാണുന്നതിനൊക്കെ മുന്നേ പിള്ളേരിങ്ങനെ ജെയ്ക്സിന്റെ ഇന്റർവ്യൂ കേൾക്കുമ്പോൾ ഞാൻ അപ്പോഴും ചോദിക്കും ഇത് പൃഥ്വിയുടെയാണോ? കോട്ടയം സ്ലാങ് വരാൻ ചാൻസ് ഇല്ല. അതില്ല, അത് വരുമല്ല. ജെയ്ക്സ് ശരിക്കും പാടുകയും കൂടെ ചെയ്യത്തില്ലേ ചില ഫിലിംസിലൊക്കെ? അത് എന്താ എന്റെ ഒരു സിഗ്നേച്ചർ വേണം അങ്ങനെ വിചാരിച്ചിട്ടാ? അങ്ങനെയല്ല ചേച്ചി, ചില കമ്പോസിംഗ് ട്രാക്സ് ഞാൻ കൊടുക്കുന്ന ഒരു പരിപാടി കിട്ടുന്നില്ല ചിലപ്പോ, അപ്പൊ ഞാൻ തന്നെ അത് വെക്കും. അല്ലെങ്കിൽ ഡയറക്ടർ പറയും ജെയ്ക്സ് പാടിയാൽ മതി എന്ന് പറയും. അങ്ങനെയുള്ള കിങ് ഓഫ് കൊത്തയിൽ ഒരു പാട്ടുണ്ട് കലാപക്കാരെന്ന്. അതിന്റെ സ്റ്റാർട്ടിങ് ഞാൻ ട്രൈ ചെയ്തപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബെന്നിനെ കൊണ്ടുവന്ന് അങ്ങനെ കമ്പൈൻഡ് ആയിട്ട്. പക്ഷെ ശരിക്കും ഒരു ഹാർഡ് വർക്ക് ടു മേക്ക് ഇറ്റ് സക്സസ് ജെയ്ക്സ് ചെയ്യാറുണ്ട് അല്ലേ? ഓ ചേച്ചി, അത് ഏത് അല്ല ഐ മീൻ ഞാൻ പറഞ്ഞത് ചുമ്മാ ഒരു പാട്ട് എന്നല്ല, ചുമ്മാ നമ്മുടെ കയ്യില് ഓക്കെ മീഡിയോക്രസി വിൽ നോട്ട് സെൽ, വിൽ നോട്ട്, നോബഡി വിൽ അക്സെപ്റ്റ് ഇറ്റ്. അതാണ് ഇന്ന് യു ഹാവ് ടു ഏതൊരു ഏരിയ ആയാലും യു ഹാവ് ടു ഗിവ് ഇറ്റ് 101%. കാരണം കൂടുതലാണെങ്കിലേ ഉള്ളൂ അല്ലേ? അത് കൂടുതലാണെങ്കിലും അത് കൂടുതലൊന്നും ഇല്ല, നമ്മുടെ ആ ഒരു സ്ട്രെയിൻ ഇറ്റ്സ് ഡബിൾ ഭയങ്കരമാണ്. കാരണം ഇന്ന് മലയാളം ഓഡിയൻസ് ദേ നോട്ട് ലിസണിങ്, ഓ ഇത് മലയാളം പടം എന്നുള്ള രീതിയിലല്ല അവർ കാണുന്നത്. അവരിത് തെലുഗു, തമിഴ്, ഹിന്ദി എല്ലാം വെച്ചല്ലേ കമ്പയർ ചെയ്യുന്നത്. നമ്മുടെ പരിപാടി ഇപ്പൊ ഒരു സൂപ്പർ ഹീറോ പടം നമുക്ക് വന്നു, ഹൗ ക്യാൻ ബി മേക്ക് ഇറ്റ് ഇൻഡിജിനൈസ്ഡ്, നമ്മുടെ സൂപ്പർ ഹീറോ ആക്കാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. അല്ല ഒരു മാർവൽ സൂപ്പർ ഹീറോ വേണ്ടല്ലോ. ജെയ്ക്സിന് ഇഷ്ടമുള്ള പാട്ട് ഏതാ? അല്ല ചെയ്യുന്നില്ല, നോട്ട് ഫ്രം യോസ്, സ്റ്റിൽ വെളിയിൽ നിന്നാണെങ്കിലും. അല്ലെങ്കിൽ അന്നയോട് ചോദിക്കാം, അന്നയ്ക്ക് ഏതാ ഇഷ്ടം? ജെയ്ക്സിന്റെ പടത്തിലെ ആദ്യം പറ. ജെയ്ക്സിലെ കുറെ ഇപ്പം മിന്നൽവള അതൊക്കെ ഇഷ്ടമാണ്. ഏതോ നാവികർ ഇഷ്ടമാണ്, ആദ്യത്തെ പാട്ട് കുറെ ഉണ്ട്. അതെ, പ്രിയപ്പെട്ടതാന്ന് പറയുന്നത്. അതെ, പിന്നെ തമിഴില് ധ്രുവങ്ങൾ 16 പാട്ട്. ഈ തമിഴൊക്കെ ചെയ്തപ്പോ എങ്ങനെയായിരുന്നു ജെയ്ക്സ്? വാട്ട്സ് യുവർ എക്സ്പീരിയൻസ്? അല്ല അന്നത്തെ സ്ട്രഗ്ലിംഗ് ഡേയ്സ് അല്ലേ മലയാളത്തിൽ. സ്ട്രഗ്ലിംഗ് ഡേയ്സ്, ഐ വാണ്ട് ടു നോ ദി സ്ട്രഗ്ലിംഗ് ഡേയ്സ് ഇൻ യുവർ ലൈഫ്. അല്ല എങ്ങനെയായിരുന്നു സ്ട്രഗ്ലിംഗ് ഡേയ്സ് എന്ന് വെച്ചാൽ ഞാൻ 2008 തൊട്ട് 13 വരെ യുഎസിലായിരുന്നു. അവിടെ ഒരു ഗെയിം കമ്പനിയിൽ ജോലി കിട്ടി. എങ്ങനെ യുഎസിൽ പോയി? ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാൻ പോയി. മാസ്റ്റേഴ്സ് മ്യൂസിക് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഓർക്കസ്ട്രേഷൻ. അതൊക്കെ മ്യൂസിക് ശരിക്കും ഒന്ന് പഠിക്കാനായിട്ട് തന്നെ പോയതാണ്. പോയി എനിക്ക് കോഴ്സ് കഴിഞ്ഞ് ഞാൻ പോയി ലോസ് ആഞ്ചലസിൽ പോയി. അവിടെ ആരെങ്കിലും കമ്പോസറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാന്ന് കരുതി ഒരു രക്ഷയില്ല. അവിടെ നമ്മുടെ ഒരു ഭയങ്കര പാടായിരുന്നു ടു ഗെറ്റ് ഒരു ഇന്ത്യൻ, അത് ക്രാക്ക് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. അപ്പൊ എനിക്കപ്പോ സർവൈവൽ പ്രശ്നങ്ങളായി. കാരണം അല്ല ഓപ്പർച്യൂണിറ്റീസ് തരത്തില്ലെന്നല്ല, ഞാനൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്. സോ അവിടെ ഇരിക്കുന്ന LAയിൽ വന്നിരിക്കുന്ന കമ്പോസർ സ്റ്റുഡൻസ് എല്ലാം തന്നെ മ്യൂസിക് അതും യൂറോപ്യൻ ക്ലാസിക്കൽ മ്യൂസിക് ഒക്കെ പഠിച്ചു കഴിഞ്ഞ് അവിടെ മാസ്റ്റേഴ്സ് ചെയ്ത് അങ്ങനെയുള്ളവർക്കായിരുന്നു പ്രിഫറൻസ് കൂടുതൽ. അപ്പൊ നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് ചെയ്ത്, അതാ ഞാൻ പറയുന്നത്, എപ്പോഴും ഒരു സ്ട്രഗ്ലിംഗ് മ്യൂസീഷ്യനോ ഒരു സ്ട്രഗ്ലിംഗ് ടെക്നീഷ്യനായിട്ട് ഇന്ത്യയിൽ ഇരിക്കുന്ന ഏറ്റവും നല്ലത്. നമുക്കൊരു ഷോർട്ട് ഫിലിമോ എന്തെങ്കിലും വീൽ മേക്ക് ഇറ്റ്. അവിടെ ഭയങ്കര പ്രശ്നമാണ്, നമുക്ക് ഫിൽട്ടർ ചെയ്യുന്നല്ല, ഏർണിങ്സ് കിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് സാൻ ഫ്രാൻസിസ്കോ തന്നെ പോയി. പിന്നെ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കാരണം എനിക്ക് ഈസി ആയിട്ട് ഒരു ഗെയിം കമ്പനിയിൽ ഓഡിയോ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ജോലി കിട്ടി, ആൻഡ് മ്യൂസിക് സൂപ്പർവിഷൻ. അങ്ങനെ ഈ പിക്സാറിന്റെ മൂവീസ് ഉണ്ട്, ഈ ടോയ് സ്റ്റോറി, ബ്രേവ് ഒക്കെ ഇറങ്ങുമ്പോൾ അതിന്റെ ഗെയിംസ് ഞങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഐ വാസ് ഡയറക്ട്ലി ഇൻവോൾവ്. നല്ല പേ എല്ലാം ഓക്കെ ആയിരുന്നു. ബട്ട് വൈകുന്നേരങ്ങളിൽ വീട്ടിൽ വന്നിട്ട് ഞാൻ ഈ ഷോർട്ട് ഫിലിംസ്, എന്റെ ഫ്രണ്ട്സിന്റെ നാട്ടിലുള്ള ഷോർട്ട് ഫിലിംസ് ഒത്തിരി, ജോൺ മർക്കോസ്, എല്ലാവരുടെയും ഐ യൂസ് ടു ഡു അറ്റ്ലീസ്റ്റ് 50 to 60 ഷോർട്ട് ഫിലിംസ് ഒരു വർഷം. ബാക്ക് ടു ബാക്ക്. ഇല്ല എന്റെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ജോൺ മർക്കോസ് ഇപ്പൊ RJ ആണ് അദ്ദേഹം, ഒരു പടം തുടങ്ങാൻ നേരത്തെ പറഞ്ഞു, ജെയ്ക്സ് ഞങ്ങൾ തുടങ്ങാൻ പോവാണ്, നിന്നെ വന്നാ നല്ലത്, അവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സബാറ്റിക്കൽ എടുത്ത് വന്നാ ഇവിടെ. പിന്നെ ഐ ഡിഡ്ന്റ് ഗോ ബാക്ക്. അപ്പം ഒരു പക്ഷെ 2013 തൊട്ട് പിന്നെ ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് പഠിച്ചു. പക്ഷെ മ്യൂസിക് വാസ് സ്കൂൾ ടൈമിലൊക്കെ ഞാൻ പഠിച്ചോ. ചെറുതിലെ പൂഞ്ഞാറില് അവിടുത്തെ ഒരു ഭാഗവതർ എന്നെ പഠിപ്പിച്ചിരുന്നു. ആൻഡ് ദാറ്റ് ഫ്രം 3rd to around 12th വരെ ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് ഇങ്ങനെ വീട്ടിൽ പഠിക്കുന്നത്. സോ അത് ഒരു ഫണ്ടമെന്റൽസ് ഉണ്ട്. ഒരുപാട് കീർത്തനങ്ങളും വർണ്ണങ്ങളും സ്വരജതികളൊക്കെ നമ്മൾ ആദ്യം പഠിച്ചു കഴിഞ്ഞിട്ടുള്ള വരുന്നത്. അതുകൊണ്ട് പിന്നെ ബോർഡിംഗ് സ്കൂളിൽ പോയപ്പോഴാണ് ഈ ഗോസ്പൽ മ്യൂസിക്കിന്റെ ഒരു പിന്നെ അവിടെ ചർച്ച് മ്യൂസിക് ആൻഡ്
വെസ്റ്റേൺ ക്ലാസിക് ദാറ്റ് ഇൻസ്പയർഡ് അല്ലേ കുറച്ച് മറ്റേ ഇതിന്റെ രണ്ടും കൂടെ ഒരു ഭയങ്കര മിക്സ് ആയിരുന്നു. അതാ നമുക്ക് വന്നത്. ശരിക്കും ജേക്സിന്റെ മനസ്സിൽ അന്നേ ഒരു ഫ്യൂഷൻ പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനല്ല, ബട്ട് ഐ ഡോണ്ട് നോ, എല്ലാവരുടെ ഒരു ഫോർമേറ്റീവ് ഇയേഴ്സിലുള്ള ട്രെയിനിങ് ആണ് അവരുടെ മ്യൂസിക്കൽ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. എന്ത് കേൾക്കുന്നു, എന്ത് എൻജോയ് ചെയ്യുന്നുള്ളത്. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ ഒരു മിക്സാ കിട്ടിയത്. ലൈക്ക് ഐ സ്റ്റഡീഡ് ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് ദെൻ വെന്റ് ടു മോൺഫോർട്ട്. സ്കൂളിൽ പോയപ്പം എനിക്കൊരു വെസ്റ്റേൺ എക്സ്പോഷർ കിട്ടി. അപ്പൊ എന്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് മാറി. പിന്നെ റഹ്മാൻ സാർ വരുന്നു, അങ്ങനെ ലൈക്ക് അങ്ങനെയായിരുന്നു എന്റെ ഒരു. ആക്ച്വലി ഇപ്പൊ ഷോർട്ട് ഫിലിംസ് എല്ലാം ചെയ്തു, അതെല്ലാം ചെയ്തു. ഓക്കെ, ഈ ഒരു ഫിലിമിലേക്കുള്ള എൻട്രി 2013 ഏഞ്ചൽസ് എന്ന സിനിമയാണ്. അതിൽ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ്? ഞാൻ ഈ ജോൺ മാർക്കോസിന്റെ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ജോൺ ഈ സിനിമ ഞാൻ നേരത്തെ തന്നെ വിളിക്കുന്നത്. ഓക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ മൺസൂൺ മാംഗോസ് എന്ന സിനിമ ചെയ്തു ഫഹദിന്റെ. പിന്നെ കവി ഉദ്ദേശിച്ചത് എല്ലാം നല്ല സിനിമകളാണെങ്കിലും നമുക്ക് ഈ അപ്പൊ വീട്ടിൽ നിന്ന് വിളിച്ചു തുടങ്ങി, എടാ നല്ല ജോലിയും കളഞ്ഞ് മാസശമ്പളം ഉണ്ടായിരുന്നു, പൈസ ഇല്ലാത്ത പണിക്ക് വന്നു എന്നൊക്കെ 4 വർഷം. അപ്പൊ ഞാൻ മാരീഡ് ആയി ആ സമയത്ത്. ബട്ട് വി വർ ഓക്കെ മാനേജിങ്. അപ്പോഴും ആഡ്സ് ഒക്കെ ചെയ്യും. ബട്ട് റിയലി 2018 1-2 സെറ്റ് ഓഫ് മൂവീസ് ആണ് എനിക്ക് ശരിക്കും ഒരു ബ്രേക്ക്. ഒരു വലിയ ഡിജോയുടെ സിനിമ. അതൊരു ആക്ടേഴ്സ്, വലിയ ആക്ടേഴ്സ് ഒന്നും ഇല്ല. ബട്ട് പിന്നെ ധ്രുവങ്ങൾ 16 തമിഴില്. പിന്നെ രണം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. രണം തിയേറ്ററിക്കലി ഭയങ്കരമായിട്ട് ചെയ്തില്ല, ബട്ട് നമ്മുടെ വർക്ക് ഭയങ്കരമായിട്ട് അതിനകത്ത്. പിന്നെ അപ്പൊ തന്നെ സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിൽ. പിന്നെ അയ്യപ്പൻ കോശി 2020 വന്നു. അതുവരെ ഞാൻ പറയാ ഓൾ. പക്ഷെ എനിക്കറിയായിരുന്നു സംവേർ ഒരു എവിടെയോ നമുക്കൊരു എവിടെയോ ഒരു സക്സസ് ഉണ്ട്. സോ വി ഷുഡ് ട്രൈ അവർ ലെവൽ ബെസ്റ്റ് അല്ലേ. സ്ട്രഗിൾ ടൈമിലാണ് കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞത്. വാട്ട് വാസ് യുവർ സപ്പോർട്ട്? ഹൗ യു സപ്പോർട്ടഡ് ഹിം? ജേക്സിന്റെ പാട്ടുകൾ എനിക്ക് നേരത്തെ ഇഷ്ടമായിരുന്നു. കോളേജിൽ പഠിച്ചപ്പോ ചെയ്ത മറ്റേ മിന്നലഴകി എന്ന് പറഞ്ഞ പാട്ട്, അതേ എനിക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ പാട്ടിനേക്കാളും കൂടുതൽ ജേക്സിന്റെ ആ ഒരു സംസാരവും രീതിയൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ ലവ് മാരേജ് ആയിരുന്നു? ലവ് അല്ല, കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല, കോളേജ് ടൈമിൽ കേട്ടിട്ടുണ്ട്. എനിക്ക് മ്യൂസിക് ഇഷ്ടമായിരുന്നു. ഫസ്റ്റ് ഡേ അല്ല, കാണാൻ, അതാ പറഞ്ഞു, ജേക്സ് കാണാൻ വന്നപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു സംശയമില്ലാതെ യെസ് പറഞ്ഞു. അല്ല, പക്ഷെ റിസ്കി മൂവ് അല്ലേ, ഒരു ഗ്യാരണ്ടീഡ് ജോബ് ഒന്നും ഇല്ല. അതാ പറഞ്ഞു, ഇപ്പം പാട്ട് ഇഷ്ടമാണ്. പിന്നെ ജേക്സിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു, ഒരാളെ ഇഷ്ടപ്പെട്ടപ്പം അങ്ങ് പറഞ്ഞു. ഓക്കെ, പിള്ളേർക്ക് ഇഷ്ടമാണോ പാട്ടൊക്കെ? നോറ അവള് കീബോർഡ് പഠിക്കും. ഞാൻ അത് ഭയങ്കര പർട്ടിക്കുലർ. ഇഷ്ടമാണോ ഇഷ്ടമില്ലാലും ഫോഴ്സ്ഫുള്ളി പഠിച്ചോണം. അത് ചൈനീസ് പരിപാടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടം സെക്കൻഡ്, അപ്പന്റെ ഇഷ്ടം ആദ്യം നടക്കണം. അങ്ങനല്ല, ഈ സ്കിൽസ് ഇവരോട് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അത് പിള്ളേരുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവര് ഫോണും TV മാത്രമേ കാണുള്ളൂ. ഞാൻ അത് ഫോഴ്സ്ഫുള്ളി പഠിപ്പിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു പോയിന്റിൽ അവർക്ക് മനസ്സിലാവും. അതെ. പിന്നെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാ? പുതിയ ചേച്ചി, ഞാൻ ഈ നരുവേട്ട കഴിച്ചിട്ട് കുറച്ച് ബ്രേക്ക് ഒക്കെ എടുത്തു. അപ്പം ഇനിയിപ്പോ അടുത്ത ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സെറ്റ് ഓഫ് വേഫെയർ ദുൽഖറിന്റെ പ്രൊഡക്ഷന്റെ ഒരു സിനിമയുണ്ട്. ഇപ്പൊ അനൗൺസ് ചെയ്യും. കല്യാണി പ്രദർശൻ, നസ്ലിൻ ഒക്കെയുള്ള, ടൊവിനോ ഒക്കെ, ദുൽഖറൊക്കെ ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട്. ദെൻ വിലായത് ബുദ്ധ, രാജുവിന്റെ, സച്ചിയേട്ടൻ ആക്ച്വലി ചെയ്യാനിരുന്ന സിനിമയാണ്. അപ്പം അതിപ്പം ജയൻ നമ്പ്യാറാണ്. ഇനിയിപ്പോ ബ്രേക്ക് ഇല്ല. അത് കഴിഞ്ഞിട്ട് പള്ളിച്ചട്ടമ്പി, ഡിജോ ജോസാണ്. പിന്നെ ഐ എം ഗെയിം ദുൽഖറിന്റെ. പിന്നെ ഞാനിപ്പോ ഫുഡ് തരാൻ പോവാ. പക്ഷെ എന്നാ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ നസ്രാണി കൊച്ചു എങ്ങനെ ഇത്ര എരിവില്ലാത്തൊരു സാധനം വേണമെന്ന് പറഞ്ഞു? അത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ US പോയതിന്റെ ഒരു കുഴപ്പമാണ്. അവിടെ ചെന്ന് ഈ സ്പൈസ് ഫുഡ് കുറച്ചു. അവിടെ ഒന്നും ഇല്ലല്ലോ. ഈ സാലഡ്സും പച്ചക്കറി ഇതെല്ലാം തിന്ന് നമ്മുടെ വീട്ടിൽ വന്നൊരു വന്നപ്പോ മീൻകറി തിന്നപ്പോ വൺ സീനായി മാറി. അപ്പൊ ഞാൻ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സ്പൈസസ് കുറച്ചു. പിന്നെ വർക്ക് ചെയ്യാൻ നേരത്ത് ഭയങ്കര സ്പൈസി ഫുഡ് കഴിച്ചിട്ട് ഉച്ചക്ക് റെഡി ഉറങ്ങും അല്ലെ, നമ്മള് തന്നെ ഡള്ളാവും. ശരിയാ, മറ്റേ എനർജി പോകും. അത് സത്യമാണ്. പിന്നെ എനിക്ക് ഇപ്പൊ കുറച്ച് സ്പൈസ് കുറവുള്ള ആണോ? ഇത് ഒട്ടും സ്പൈസ് കാണുകയല്ല. പക്ഷെ എന്നാ സ്പൈസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അത്രേ എനിക്ക് പറയാനൊക്കത്തുള്ളൂ. പിന്നെ ഇതൊരു സ്റ്റൂവിന്റെ ഒക്കെ ഫാമിലി ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാം. പക്ഷെ അല്ലേന്ന് ചോദിച്ചാൽ അല്ല. അങ്ങനെ ഒരു റിച്ച് ഫുഡ്, അത്രേ ഉള്ളൂ. US ബാക്കിയാന്ന് കൂട്ടിക്കും. ആരാ വീട്ടില്? അന്നെയാണോ കുക്ക് ചെയ്യുന്നത്?
എന്നൊക്കെ നമ്മുടെ സാധാ നാടൻ ഭക്ഷണം. നമ്മുടെ എന്തായാലും ജെയ്ക്സ് ഞാൻ ഷോ നിർത്തുന്ന മുമ്പ് ഒന്നുകൂടെ പറയാം, ഞങ്ങളുടെ റെക്കമെൻഡേഷൻ എന്റെ പ്രേക്ഷകർ ഞങ്ങളുമായിട്ട് അന്ന അടുത്ത പടത്തിൽ പാടിയില്ലേ നോക്കിയോ, അല്ലെങ്കിൽ എന്റെ ഏട്ടനെ പടത്തിലെങ്കിലും പഠിച്ചിട്ടേ ഞങ്ങൾ ബാക്കി കാര്യമുള്ളൂ ഇനി. എനിവേ ഈ ബിസി ഷെഡ്യൂളിന്റെ ഇടയിൽ ജെയ്ക്സ് ഇവിടെ വന്നു വിത്ത് വൈഫ്, അതാണ് എനിക്ക് ഏറ്റവും പ്രയോറിറ്റി. താങ്ക് യു മോളെ, താങ്ക് യു വെരി മച്ച്. അതായത് ഒരു ഫാമിലി ഷോ ആക്കി മാറ്റി. ഐ എം സോ ഹാപ്പി, സോ താങ്ക്ഫുൾ. ഇനിയും ഇതേപോലെ സമയം കിട്ടുമ്പോൾ ബിസി ഷെഡ്യൂൾ തീർന്നു കഴിയുമ്പോൾ ഞങ്ങൾ ഇനിയും വിളിക്കും. ജെയ്ക്സിന്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങളുടെ അടുത്ത് പിന്നെയും വരിക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. പുതിയ വിശേഷങ്ങളും പുതിയ വിഭവങ്ങളും പുതിയ ആൾക്കാരുമായി നമുക്ക് വീണ്ടും കാണണം. ടിൽ ദെൻ, ഗുഡ് ബൈ. Annie's Kitchen. Let's cook with love.